അമർത്തിയ ഫസ്റ്റ് നേരെ ന്യൂട്രൽ സെക്കൻഡ് കാലോട്ട് പൊതിക്ക് കൈകൊണ്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രാക്ടീസാണ് നടക്കുന്നത്. ഇപ്പോൾ എച്ച് എടുക്കാനുള്ളതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് റോഡ് ടെസ്റ്റ്, അതായത് ഹെവി ലൈസൻസ് എടുക്കുമ്പോഴുള്ള റോഡ് ടെസ്റ്റാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ മൂസിലുണ്ട്. നമ്മൾ തിരൂരിൽ നിന്നാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. മലപ്പുറം തിരൂരിൽ നിന്ന് വന്നിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഓടിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ബസ്സൊക്കെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ലോറി മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ബസ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കുമ്പോൾ അവർ ഇതെങ്ങനെയാണ് എങ്ങനെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിന്, അതേപോലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും. ഇതാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, അതേപോലെ ക്ലച്ച്. അപ്പോൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ പോലെ തന്നെ ഇടത്തേക്കാലുകൊണ്ട് ക്ലച്ച് മാത്രമേ നമ്മൾ ചവിട്ടാൻ പാടുള്ളൂ. വലത്തേക്കാലുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ അതേപോലെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് സ്റ്റാർട്ടാക്കേണ്ടയും ഓഫാക്കേണ്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വേറെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. നമ്മൾ സാധാരണ കാറിൽ ഫസ്റ്റ് എങ്ങോട്ടാണ് ഓടുന്നത് ആ ഭാഗത്താണ് ഇതിൻ്റെ റിവേഴ്സ് വരുന്നത്. തേർഡ് ഗിയറിൻ്റെ സ്ഥാനത്താണ് ഫസ്റ്റ് വരുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കേണ്ടത്, അതേപോലെ ഈ ബസ്സിൻ്റെ കാര്യങ്ങൾ, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഇവരോട് നമുക്ക് ചോദിച്ചിട്ട് നമുക്കറിയാം. നമ്മൾ ഹെവി ലൈസൻസ് എടുക്കാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുരേഷ് ചേട്ടനാണ് നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് മൂപ്പരോട് ഞാൻ ലോറി എടുത്തിട്ടുണ്ട്, പക്ഷേ ബസ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് സംഭവങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. നേരെ താഴേക്ക് സെക്കൻഡ്, ന്യൂട്രൽ, ഷിഫ്റ്റ് ചെയ്യാം, തേർഡ്, നേരെ ഫോർത്ത്. അതായത് ഇതിപ്പോൾ ഇവിടുന്ന് നേരെ മുമ്പോട്ട് ന്യൂട്രൽ പോയിന്റ് ക്ലച്ചാണ് ക്ലച്ച് ഫുള്ളായി അമർത്താം. ഇത് ന്യൂട്രൽ പോയിന്റ് സെൻട്രലായിട്ട് നേരെ കൈ അഴിച്ച് പിടിച്ച് ഫസ്റ്റ്, നേരെ ന്യൂട്രൽ സെക്കൻഡ്, ഇത് തേർഡ് ഗിയർ ന്യൂട്രലാക്കി ഒന്നാം ഷിഫ്റ്റ് ചെയ്ത് തേർഡ് ഗിയർ ഫോർത്ത്, നേരെ ബാക്കിൽ. പിന്നെ ഹൈ ഗിയറാണ് വരുന്നത്. ന്യൂട്രലിന് നല്ലോണം ഇങ്ങോട്ട് ചാരി ബാക്ക്. ഹൈ ഗിയർ നമ്മളെ അത്രയും ലോഡിൽ വണ്ടി വലിയ കയറ്റത്തിനും അതുപോലെ ഒക്കെ എടുക്കുമ്പോൾ ലോഡ് ഉണ്ടാകുമ്പോൾ എല്ലാ ബസ്സിനും 4 ഗിയർ. പിന്നെ ഫസ്റ്റ് ഗിയർ, പിന്നെ റിവേഴ്സ് ഗിയറാണ്. മോട്ടറിന് കൂടി ചാടി ഒന്ന് കൈ അഴിച്ച് പിടിച്ച് ഇത് റിവേഴ്സ് ഗിയർ. നമുക്ക് ടീ ഇടുമ്പോൾ ഫസ്റ്റും റിവേഴ്സും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. മോളിൽ ഇത് കൈ അഴിച്ച് പിടിക്കുക, നേരെ ഫസ്റ്റ്, തേർഡ്, ഫോർത്ത്. ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടേക്കുക, അത് തേർഡാണ്. ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ഫസ്റ്റ്, നേരെ ബാക്ക് സെക്കൻഡ്, ന്യൂട്രൽ അൺഷിഫ്റ്റ് ചെയ്യുക, തേർഡ്, നേരെ ബാക്ക് ഫോർത്ത്. നിങ്ങളോട് പറയാം. പിന്നെ ഇത് സ്റ്റാർട്ടാക്കുക. ചാവി ക്ലച്ചൊന്നും വേണ്ട, ന്യൂട്രലാണ്, ന്യൂട്രൽ പോയിന്റാണ്. ചാവി അമർത്തിയതിനു ശേഷം ആ മുകളിലത്തെ ബട്ടൺ ആക്സിലേറ്റർ കാല് വയ്ക്കാം. ബട്ടൺ അമർത്തിയ അത് ഡേറ്റിൻ്റെ ഒക്കെ. പിന്നെ ഇൻഡിക്കേറ്റർ അതാ, താഴോട്ട് റൈറ്റ്, കാറിൻ്റെ അതേപോലെ സെൻട്രൽ ഓഫ് ലെഫ്റ്റ്. പിന്നെ ഫോണ് അവിടെ അതാ അത് ഫോണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓഫാക്കണമെങ്കിൽ ആക്സിലേറ്റർ പൊക്കണം. കാലുകൊണ്ട് ആക്സിലേറ്റർ നിങ്ങൾ പൊന്തിക്കുക, കാലുകൊണ്ട് പൊന്തിക്കുക, കൈകൊണ്ട് അത് ഹാൻഡ് ബ്രേക്കാണ്. ആ അടി അതരക്ക് ഇതല്ല, ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുക, മുകളിലേക്ക് പൊന്തിക്കുക. ഓക്കെ, അപ്പോൾ എയർ പോകും. ഇതാക്കണം. വണ്ടി നിർത്തിയാൽ ഹാൻഡ് ബ്രേക്ക് എയർ കളയാം, താഴ്ത്തുമ്പോഴാണ് എയർ പോവുക. അപ്പോൾ പിന്നെ വണ്ടി അങ്ങോട്ടും കൊണ്ട് കളയും. സംഭവം സിമ്പിളാണല്ലേ. സുരേഷ് എല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ
സ്പെഷ്യൽ ഡ്രൈവിംഗ് സ്കൂളിലാണ് മൂപ്പര് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടവർ മൂപ്പരെ കോൺടാക്ട് ആക്കിയാലല്ലേ ഹെവി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ കുറേ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരുമിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 3-4 ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ ഈ ബസ്സിലുണ്ട്. അവരൊക്കെ കൂടി ഒന്നിച്ച് ഇവരാണ് കൊടുക്കുന്നത്, ഒരു ബസ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വേണ്ടവർ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ആക്കിയാൽ മതിയോ? ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ബസ് ഡ്രൈവിങ് പഠിക്കാൻ പോയാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് ഫോക്കസ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് എടുക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഇപ്പോൾ ഒരു വ്യക്തി ബസ് ഓടിക്കുന്നുണ്ട്, മൂപ്പർക്ക് കുറച്ച് ഏജ് ഉണ്ട്. അപ്പോൾ മൂപ്പരാണിത് ഒരു വലിയ ഒരാളാണ്. അപ്പോൾ മൂപ്പരിത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഹെവി എടുക്കുന്നവർക്ക് എന്തായാലും ഏകദേശം ഓടിക്കാൻ അറിയുന്നവരായിരിക്കുമല്ലോ എടുക്കാൻ വരുന്നത്, അല്ലാതെ അവരെ പഠിപ്പിക്കാൻ വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും കാറിലുള്ളത് കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ക്ലച്ചും ബ്രേക്കും അപ്പുറത്തെ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനാണ് വണ്ടി എടുക്കുന്നത്. ബസ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളാണ് കേട്ടോ ഓടിക്കാൻ. ഒരു കാറ് നല്ല രീതിയിൽ ഓടിക്കാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബസ് ഓടിക്കൽ സിമ്പിളായിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, റൈറ്റ് സൈഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇതിലിരിക്കുമ്പോൾ വലിയൊരു ഉയരത്തിലിരിക്കുന്ന ഭയങ്കര വേറെ ഒരു ഫീലാണ് നമുക്കിത് ഓടിക്കുന്നത്. അതാണ് ഈ ബസ് ഓടിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്റ്റാറ്റസും റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ബസ് ഓടിക്കുന്നത്. ബസ് ലവേഴ്സ് ആർമി എന്നെല്ലാം പറഞ്ഞിട്ട് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ബസ് ഓടിക്കുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ വേറെ ഒരു ഫീലാണ്. ഇപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ആ ഭാഗത്ത് ഇരുന്നിട്ട് പറഞ്ഞിരുന്നത് ബീരാൻകുട്ടിയൊക്കെയാണ്. ബീരാൻകുട്ടിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മൂപ്പരൊരു പ്രോ മാക്സ് ലെവൽ ഡ്രൈവറാണ് കേട്ടോ. മൂപ്പർ ഓടിക്കുന്നതിൽ ചെറിയ ഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ബസ്സിൽ. ഇപ്പം ഞാൻ മലപ്പുറം കൂട്ടായി റോട്ടിലാണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ഈ കട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗിയർ ഡൗൺ ചെയ്യും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതും നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ്. പക്ഷേ ബസ്സിന് നല്ല പവറായതുകൊണ്ട് നമ്മളിപ്പോൾ സെക്കൻഡിലായാലും തേർഡിലായാലും വണ്ടി കൂളായിട്ട് സ്ലോലി തന്നെ മൂവായി പോകുന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ കാറൊക്കെ ആണെങ്കിൽ തേർഡിൽ നല്ലോണം സ്ലോ ആക്കി കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് ഫസ്റ്റിലേക്കൊക്കെ ഇടേണ്ടി വരും. പക്ഷേ തേർഡിൽ തന്നെ ബസ് അത്യാവശ്യം കുറച്ച് നല്ല സ്ലോയിലാണെങ്കിലും ബസ് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ഒരു കണ്ടില്ല, ഇപ്പം ഒരു കട്ടർ വന്നപ്പോൾ നേരെ ഗിയർ ഡൗൺ ചെയ്യേണ്ട വന്നു. ഇപ്പോൾ ഞാൻ ഡൗൺ ചെയ്തു, നേരെ സെക്കൻഡിലേക്ക് ആക്കിയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ബസ് ബേക്കിൽ തന്നെ ഉണ്ടായിട്ട് അതിന് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി നമ്മൾ കൊടുത്തു. കാരണം നമ്മൾ ഭയങ്കര സ്ലോയിലാണല്ലോ പോകുന്നത്. അപ്പം ആ ബസ് എന്തായാലും കയറിപ്പോട്ടെ. അപ്പോൾ കട്ട് റോഡാകുമ്പോൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ബീരാൻകുട്ടിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുത്തതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാവാം ആ ഭാഗമൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബസ് ഓടിക്കേണ്ടത്. ബസ് ഓടിക്കാൻ ഒരു പേടിയും കാര്യങ്ങളും വേണ്ട. നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാൽ സിമ്പിളായിട്ട് വിജയിക്കാൻ വേണ്ടി പറ്റും. കാരണം വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇട്ട് കാണിച്ചു കൊടുത്താൽ നമുക്ക് ബസ്സിൻ്റെ ഹെവി ലൈസൻസിനുള്ള ആ റോഡ് ടെസ്റ്റ് നമ്മൾ പാസ്സാവും. അത് ഓടിക്കുകയെന്ന് വെച്ചാൽ സിമ്പിൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആ സൈഡിലേ പോയത് നമ്മളെ ഫ്രണ്ടാണ്, അൻവർ എന്ന് പറയും, ആ ഒരു വൈറ്റ് സ്കൂട്ടിയിൽ പോയത്. അതുപോലെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ കട്ടർ വരുമ്പോൾ നമ്മൾ വണ്ടി സ്ലോ ചെയ്യുക. ഇപ്പോൾ വണ്ടി ഓഫാക്കേണ്ട രീതിയൊക്കെ മൂപ്പര് നേരത്തെ പറഞ്ഞൊന്നുമില്ല. നമ്മൾ ചാവിയിട്ട് തിരിച്ചിട്ടല്ല വണ്ടി ഓഫാക്കേണ്ടത്. നമ്മൾ ആ ആക്സിലേറ്റർ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടോ കാലുകൊണ്ടോ വലിച്ചു കഴിഞ്ഞാലാണ് ബസ് ഓഫ് ആവുക. അത് പുതിയൊരു അറിവാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്കറിയില്ല ബസ് എങ്ങനെ ഓഫാക്കുക എന്നുള്ളത്. ഇതുവരെ ഓഫാക്കുന്ന ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ആ താഴെന്നുള്ള നമ്മളെ ആക്സിലേറ്റർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ബസ് ഓഫ് ആകുന്നതായിരിക്കും. ഇപ്പോൾ സ്ട്രൈറ്റ് റോഡിലെയും ഇവർ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ റോഡിലെയും ഇവർ നമ്മൾ ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുള്ളതാണ്. ഇതാണ് നമ്മളെ ബസ് ഡ്രൈവിംഗ് പഠിപ്പിച്ച ബീരാൻകുട്ടിയൊക്കെ. മൂപ്പര് എടുക്കുന്ന ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സ്കൂട്ടറൊക്കെ വളച്ചെടുക്കുന്ന പോലെയാണ് മൂപ്പര് ബസ് എടുത്തിട്ട് വളക്കുന്നത്. കണ്ടില്ലേ, സിമ്പിളായിട്ട് മറ്റേ ചെറിയ റോഡൊക്കെ വളച്ചെടുക്കുന്നുണ്ട്. ഇതേ റോഡിലൂടെ തന്നെയാണ് ഓടിക്കാൻ പഠിപ്പിക്കുന്നതും. പക്ഷേ എനിക്ക് കിട്ടിയത് സ്ട്രൈറ്റ് റോഡാണ്. സ്ട്രൈറ്റ് റോഡിലാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷേ എനിക്ക് ശേഷം ഇരുന്നവർക്കും അതിന് മുമ്പ് ഇരുന്നവർക്കൊക്കെ, അതായത് റോഡ് വളവും തിരിവും വരുന്നവർക്ക് ആ റോട്ടിൽ ഓടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിരിക്കുന്ന ടൈമിൽ എനിക്ക് സ്ട്രൈറ്റ് റോഡ് കിട്ടിയതുകൊണ്ട് സ്ട്രൈറ്റ് മാത്രമാണ് ഓടിക്കാൻ പറ്റിയത്. ജസ്റ്റ് ഒരിക്കൽ മാത്രമേ വളക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഈ റോഡിലേക്ക് ഓടിച്ചവരുണ്ട്. അതുപോലെ ഇവർ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയും കേട്ടോ. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വണ്ടി നേരവണ്ണം ഓടിക്കാൻ നമുക്ക് പറ്റില്ല. ചില ഡ്രൈവിംഗ് സ്കൂളിൽ ചീത്ത പറയാതെ ഇങ്ങനെ ക്ലച്ചും ബ്രേക്ക് മാത്രം അവർ അപ്പുറത്ത് ഇരിക്കുന്ന ആൾ ഇതേപോലെ കണ്ടില്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം, അതായത് ഇവർ ഫസ്റ്റ് പറഞ്ഞുതരും, പിന്നെയും പൊട്ടത്തരം കളിച്ചാൽ ഇവരെ നല്ല കിട്ടും നമുക്ക്. കണ്ടില്ലേ മൂപ്പര് എടുക്കുന്ന ആ കോർണറിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എത്ര പക്കയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളെ ബസ് ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. ഹെവി ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ്
കാറ് ഓടിക്കാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് ഈ ബസ് പഠിപ്പിക്കുക എന്നുള്ളത് ഇവർക്കും വലിയ തലവേദനയുടെ കാര്യമായിട്ടില്ല. ഇവർക്കും നമ്മൾ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമ്മൾ ഓടിച്ച് പോകും. കാരണം ഗിയറിൻ്റെ ഇതിൻ്റെ ഗിയർ ബോക്സ് മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഫസ്റ്റിൻ്റെ സ്ഥാനത്ത് റിവേഴ്സും തേർഡിൻ്റെ സ്ഥാനത്താണ് ഫസ്റ്റ് ഗിയറും വരുന്നത്. ആ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഫസ്റ്റ് ബസ്സും കാറൊന്നും ഓടിക്കാൻ അറിയാത്ത ഒരാളെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വലിയൊരു രണ്ട് സൈഡും വലിയൊരു കുറേ സ്പേസ് ഉള്ള പോലെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഇവർ നമ്മളെ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയുന്നുണ്ട്. എനിക്ക് കുറേ ചീത്ത കിട്ടി, എൻ്റെ നിന്ന് കുറേ മിസ്റ്റേക്ക് വന്നുകൊണ്ട് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് ഡ്രൈവിങ്ങിൻ്റെ റോഡ് ടെസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ ഇതിന് ശേഷം ടീ എങ്ങനെയാണ് ഇടുക എന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് വേണോ വേണ്ടത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.